Hello dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പർ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ചോദിച്ചു വന്നിരുന്ന അതായത് 2016 മുതൽ 2020 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ചാപ്റ്റർ നമ്പർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിനു മുമ്പ് ഈ ചാപ്റ്റർ നമ്പർ 5 ആകെ വരുന്ന ടോപ്പിക് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ നമുക്ക് അറിയേണ്ടതാണ് ഐ അല്ലെ, കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഐയുടെ വാല്യൂ √-1. ഓക്കെ അല്ലെ, അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയറിന്റെ വാല്യൂ -1, ഐ ക്യൂബിന്റെ വാല്യൂ -i, then I raised to 4 equal to 1. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മളോട് ഏതൊരു ഐന്റെ പവർ ചോദിച്ചാലും അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ എഴുതുന്നത് പവർ ഓഫ് ഐ എന്ന് എഴുതി. ഐയുടെ പവറുകൾ, ഐയുടെ ഡിഫറെന്റ് പവേഴ്സ് ഞാൻ എഴുതുകയാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് എന്ത് കണ്ടെത്തണം? I raised to n എന്നുള്ളൊരു വാല്യൂ കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഈ n-നെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് I raised to 4m plus r എന്ന രൂപത്തിലാണ്. I raised to 4m plus r എന്ന രൂപത്തിലാണ്. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? I raised to 4m into I raised to r. ഫൈനൽ ആൻസർ ബിക്കംസ് I raised to 4m എന്ന് പറഞ്ഞാൽ ഐയുടെ എല്ലാ മൾട്ടിപ്പിൾസും 4ന്റെ എല്ലാ മൾട്ടിപ്പിളും വാല്യൂ എന്താണ്? 1 ആണ്. അതുകൊണ്ട് ബാക്കി I raised to r മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ജനറലൈസ് ചെയ്യാണ്. 1 equal to I raised to 4, I raised to 8, 1, I raised to 12, I raised to 16, I raised to 20, I raised to 24, I raised to 28, I raised to 28, etc. ഈ വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം എന്താ? 4ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 1 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. പവർ ഓഫ് ഐ എന്ന കോൺസെപ്റ്റിൽ ആദ്യം നിങ്ങൾ ഈ ഒരു പാർട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി കോംപ്ലക്സ് നമ്പർ. ഇനി കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. That is complex numbers. കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോഡൽ a+ib അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, x+iy എന്ന മോഡലിലേക്ക് പറഞ്ഞിട്ടുണ്ടാവും. a+ib അല്ലെങ്കിൽ x+iy എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇതില് എനെ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട്. എനെ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് അഥവാ RE ഓഫ് Z. നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിനെ ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്ന രീതി Z എന്നാണ് കേട്ടോ. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് Z മീൻസ് RE ഓഫ് Z. ഇനി I ഉള്ള പാർട്ട് ദാറ്റ് ഈസ് B. ഇമാജിനറി പാർട്ട്, I ഉള്ള പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി പാർട്ട്. ദാറ്റ് ബിക്കംസ് IMZ എന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റ് കോംപ്ലക്സ് നമ്പറിൽ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന രീതി, സബ്ട്രാക്ട് ചെയ്യുന്ന രീതി, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി, ഇതൊന്നും ഞാൻ എന്ത് ചെയ്യണില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് ഓഫ് Z, കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ Z അല്ലെ. കോൺജുഗേറ്റ് അതായത് ഡിനോട്ടഡ് ബൈ, കോൺജുഗേറ്റ് ഓഫ് Z ഈസ് ഡിനോട്ടഡ് ബൈ Z ബാർ. കോൺജുഗേറ്റ് ഓഫ് Z നെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? Z ബാർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. Z ബാർ, ഇതിന് വായിക്കല് Z ബാർ. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ, Z ബാർ. അപ്പോ ലെറ്റ് എ കോംപ്ലക്സ് നമ്പർ Z ഈക്വൽ ടു a+ib. ലെറ്റ് എ കോംപ്ലക്സ് നമ്പർ a+ib ഉണ്ടെങ്കിൽ അതിന്റെ Z ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് a-ib ആണെന്ന് പറയാം. ദാറ്റ് ഈസ് a-ib ആണെന്ന് പറയാം. a+ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് നമ്മളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിലുള്ള സൈൻ മാറ്റി നെഗറ്റീവ്, പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആക്കുക. ഓക്കെ, ഇതാണ് ആദ്യം കോൺജുഗേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. അടുത്തത് മോഡുലസ്. കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ്. മോഡുലസ് ഓഫ് Z that is denoted by mod Z. ഡിനോട്ട് ചെയ്യല് mod Z. നോക്കിക്കോ, ലെറ്റ് Z is equal to a+ib. അങ്ങനെയാണെങ്കിൽ mod Z equal to √over റിയൽ പാർട്ട് ഓഫ് Z ഹോൾ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് Z ഹോൾ സ്ക്വയർ. ഇതാണ് കോൺസെപ്റ്റ്. മോഡ് കാണാനുള്ള കോൺസെപ്റ്റ് അതാണ്. റിയൽ പാർട്ട് ഓഫ് Z ന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് Z ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് മോഡ് Z ഈക്വൽ ടു എങ്ങനെ എഴുതാ? റിയൽ പാർട്ട് a സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് b സ്ക്വയർ.
ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? ഇതാണ് മോഡ് സെഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പോ സെഡ് കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആയി, മോഡുലസ് ആയി, കോഞ്ചുഗേറ്റ് ആയി. ഇനി ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വളരെ ചുരുക്കിയിട്ടാട്ടോ ചാപ്റ്റർ പറയുന്നത്. ഇതിന്റെ ഇടയിൽ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഡിവിഷൻ മാത്രം പറയാം. മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് ആണ്, അഡീഷൻ ഡയറക്റ്റ് ആണ്, സബ്ട്രാക്ഷൻ ഡയറക്റ്റ്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സെഡ് ഇൻവേഴ്സ്. സെഡ് ഇൻവേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെഡ് ബാർ ഡിവൈഡഡ് ബൈ ദ മോഡ് സെഡ് ഹോൾ സ്ക്വയർ. സെഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ഹോൾ സ്ക്വയർ. ഓക്കെ, സെഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യും. സെഡ് ഇൻറ്റു സെഡ് ബാർ ഈക്വൽ ടു മോഡ് സെഡ് ഹോൾ സ്ക്വയർ. അടുത്തത് സെഡ് ബാർ ഹോൾ ബാർ ഈക്വൽ ടു സെഡ്. സെഡ് ബാർ ഹോൾ ബാർ ഈക്വൽ ടു സെഡ് തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ Z1 into Z2 whole bar equal to Z1 bar into Z2. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പ്രോപ്പർട്ടീസ് ഞാൻ പറയുന്നുള്ളൂ. മുഴുവൻ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. അടുത്ത ടോപ്പിക്കാണ് ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. റെഡി അല്ലേ? ഡിവിഷൻ. അപ്പൊ നമ്മൾ വീണ്ടും എഴുതി let Z1, Z2 be two complex numbers. Z1, Z2 be two complex numbers. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് Z1 and Z2 എന്നുണ്ടെങ്കിൽ, that is Z1 by Z2 നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് Z1 ഡിവൈഡഡ് ബൈ Z2 ഇൻറ്റു ഈ താഴെ കാണുന്ന ഏത് എലമെന്റ് ആണോ അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ബിക്കംസ് Z2 ബാർ ഡിവൈഡഡ് ബൈ Z2 ബാർ. ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റാർ ഇട്ട് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, division of a complex number. Z1 by Z2 implies that Z1 by Z2 into Z2 bar divided by Z2 bar. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ കോൺസെപ്റ്റ്. റെഡി അല്ലേ? അപ്പൊ ഇനി അടുത്തൊരു മോഡൽ. ഇപ്പൊ നമ്മള് കോഞ്ചുഗേറ്റ് എ പ്ലസ് ഐ ബി പറഞ്ഞു, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് കോഞ്ചുഗേറ്റ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആൻഡ് മോഡുലസ് പറഞ്ഞു. ഇനി ഈ കോംപ്ലക്സ് നമ്പർ നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. മറ്റൊരു രീതിയിൽ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന മോഡലാണ് പോളാർ റെപ്രസെന്റേഷൻ. പോളാർ ഓർ ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ. പോളാർ ഓർ ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് ചെയ്യും, ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയാൽ അതിനെ പോളാർ റെപ്രസെന്റ് അഥവാ ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ തരും, എന്നിട്ട് അതിന് പോളാർ റെപ്രസെന്റേഷൻ ചെയ്യും. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ Z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി എന്ന മോഡൽ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. ഇതിനെ നമ്മൾ പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡയറക്റ്റ് എഴുതുന്നുള്ളൂ, ഡെറിവേഷൻ ഒന്നും ചെയ്യണില്ല കേട്ടോ. പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാലേ ഇവിടെ നോക്ക്, ഇങ്ങനെ ഒരു എക്സ് ആക്സിസ്, ഒരു വൈ ആക്സിസ്. ഇവിടെ എനി പോയിന്റ് പി ഓഫ് എക്സ് കോമ വൈ, പി ഓഫ് എക്സ് കോമ വൈ. ഈ എക്സ് കോമ വൈ എന്ന് പറയുന്ന പോയിന്റ് ഏതാണെന്ന് അറിയാം, എക്സ് ആൻഡ് വൈ. ഈ പോയിന്റുകളെയാണ് ഞാൻ അവിടെ പി കോമ എക്സ് കോമ വൈ എന്നുള്ള ഈ ഒരു പ്ലെയിനിൽ ഞാൻ അടയാളപ്പെടുത്തിയത്. ഈ പ്ലെയിൻ നമ്മളൊരു പേരൊക്കെ വിളിക്കും, ആർഗൺ പ്ലെയിൻ എന്നൊക്കെ വിളിക്കും കേട്ടോ. ഇതിന് വിളിക്കുന്ന പേരാണ് ആർഗൺ പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ എന്നൊക്കെ നമ്മളിങ്ങനെ വിളിക്കും. പക്ഷെ അതൊന്നും ഓർത്തിരിക്കുക, ഇതാണ് ആ സംഭവം. അപ്പൊ ഒറിജിനിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതിന്റെ റൂട്ട് വാല്യൂ ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഏതൊരു പോയിന്റ്, ഒരു എക്സ് വൈ ആക്സിസിൽ ഒരു പോയിന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള മോഡൽ അല്ലേ? ഈ റൂട്ട് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏടാ, അത് മോഡ് സെഡ് അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ മോഡ് സെഡിനെ ഞാൻ എന്തായി കൺസിഡർ ചെയ്യും? ലെറ്റ് ഹിയർ മോഡ് സെഡ് ഈക്വൽ ടു ആർ. ഞാൻ ആർ എന്ന് ഡിനോട്ട് ചെയ്യും മോഡ് സെഡിനെ. അപ്പോ ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? റൂട്ട് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ.
ഇവിടെ ഞാൻ ഇങ്ങനെ ജോയിന്റ് ചെയ്യും. ജസ്റ്റ് ഒരു പേര് കൊടുത്തു എം. ഇപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ, റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇവിടുന്ന് ഇങ്ങനെയുള്ള വൈ ആക്സിസ് ആയതുകൊണ്ട് ഇവിടെ വൈ, ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് എക്സ് ആക്സിസ്. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റ. ഈ തീറ്റനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ്. അവിടെ ഫോം ചെയ്യുന്ന തീറ്റ ഉണ്ട്, ആ തീറ്റനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ്. ഓക്കെ, കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് തീറ്റ. അപ്പൊ തീറ്റ ബി ആർഗ്യുമെന്റ് ഡിനോട്ടഡ് ബൈ ആർഗ്യുമെന്റ് ഓഫ് സെഡ് ഈക്വൽ ടു തീറ്റ. റെഡി അല്ലേ? ഒരു തീറ്റയുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആർഗ് സെഡ് ഈക്വൽ ടു തീറ്റ എന്ന്. ഇനി ഇവിടെ നമുക്ക് എക്സും വൈ ഒക്കെ എഴുതാം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലെ? ഹൈപ്പോട്ടിന്യൂസ് 6, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അത് സൈൻ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 6 സൈൻ തീറ്റ. റെഡി അല്ലേ? ഇവിടുന്ന് എക്സിനെന്ന് പറഞ്ഞേ ദാറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽ ടു കോസ് തീറ്റ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ആർ ടൈംസ് കോസ് തീറ്റ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് സെഡ് എന്ന് പറയുന്ന എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിനെ നിങ്ങൾ പോളാർ ഫോമിലേക്ക് ഒന്ന് മാറ്റുക. ദാറ്റ് ഈസ് പോളാർ ഫോം. പോളാർ ഫോമിലേക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ എക്സ് എന്നുള്ള സ്ഥാനത്ത് ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ പ്ലസ് ഐ അതുപോലെ എഴുതി, വൈ എന്നുള്ള സ്ഥാനത്ത് ആർ ടൈംസ് സൈൻ തീറ്റ. ഓക്കെ അല്ലെ? ഇതാണ് പോളാർ ഫോം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആറ് കോമൺ ഔട്ട് സൈഡ് ആക്കി, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ ടൈംസ് സൈൻ തീറ്റ, കോസ് തീറ്റ പ്ലസ് ഐ ടൈംസ് സൈൻ തീറ്റ. ഇതാണ് പോളാർ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇനി ഇവിടെ നമുക്ക് ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടി ഞാൻ മറ്റൊരു ആംഗിൾ കൺസിഡർ ചെയ്യും. ലെറ്റ് ടേക്ക് എനി ആംഗിൾ, ടേക്ക് എനി ആംഗിൾ. ഞാൻ വെറുതെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യും, ദാറ്റ് കംസ് ആൽഫ. ഒരു ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഞാൻ വെറുതെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോ ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ്, ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ്. ഇനി ഇവിടെ ക്വാഡ്രന്റ് നമ്മളൊന്ന് റെവല്യൂഷൻ ചെയ്യും. ക്വാഡ്രന്റ് 0, 90 ഡിഗ്രി, then 180 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രി, ഫൈനലി 360 ഡിഗ്രി. ഒന്നാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൽഫ ഈക്വൽ ടു ആർഗ്യുമെന്റ്, ആൽഫ ഈക്വൽ ടു ആർഗ്യുമെന്റ് തീറ്റ. അത് കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ രണ്ടാമത്തെ ക്വാഡ്രന്റിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈ മൈനസ് ആൽഫ എന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? പൈ മൈനസ് ആൽഫ. മൂന്നാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ ആർഗ്യുമെന്റ് ഈക്വൽ ടു പൈ പ്ലസ് ആൽഫ. ദെൻ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫ. ഓക്കെ, തീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ. അപ്പൊ ഇനി എല്ലാ ക്വാഡ്രന്റിൽ ഏതൊക്കെ വാല്യൂ പോസിറ്റീവ് എന്ന് അറിയാലോ. ഞാൻ ആക്സിസ് പറയാം. ഒന്നാമത്തെ ക്വാഡ്രന്റില് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. സെക്കൻഡില് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റില് എക്സ് കോർഡിനേറ്റും നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. ദെൻ ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, ദെൻ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ പ്രോബ്ലംസും വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ആക്കാം. ഓക്കെ അല്ലേ? ഇതെല്ലാവരും എഴുതിയെടുത്തല്ലോ, സ്വന്തം ലാംഗ്വേജിൽ ഒന്ന് എഴുതിയെടുക്കാട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. ഈ ടാൻ ആൽഫ എന്തിനാ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ് എന്നുള്ള വാല്യൂ എന്തിനാ എടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം. ഈ പ്രോബ്ലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, മാർച്ച് 2016 ഒരു പ്രോബ്ലം ആണ്. Which of the following is the real part and imaginary part of the complex number? ഇതൊരു കോംപ്ലക്സ് നമ്പർ പോലെ ഇങ്ങനെ തന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഈ കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഒന്നുമല്ല. കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ഐ ബി അല്ലേ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എ പ്ലസ് ഐ ബി മോഡലൊന്നുമല്ല. അപ്പൊ അതിന് ആദ്യം എ പ്ലസ് ഐ ബിയിലേക്ക് മാറ്റണം, എന്നിട്ട് ഇതിൽ ഏത് മോഡലാണെന്ന് ചെക്ക് ചെയ്യണം. എക്സ്പ്രസ് ഐ ഇൻ പോളാർ ഫോം. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് പോളാർ ഫോമിലേക്ക് മാറ്റണം. സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, കോംപ്ലക്സ് നമ്പറിൽ അടുത്തൊരു ടോപ്പിക്കാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സോൾവ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേട്ടോ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. 1 plus I divided by
1 plus I divided by 1 minus I into minus 1 minus I divided by 1 plus I. 1 minus I divided by 1 plus I. Okay അല്ലേ? ഇതിനെന്ത് ചെയ്യണം? ഇതിലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഏതാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കാം. ഈ ഫസ്റ്റ് പാർട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ഡിവൈഡഡ് ബൈ വേറെ കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പർ ഡിവൈഡഡ് ബൈ വേറെ കോംപ്ലക്സ് നമ്പർ, ആ മോഡലല്ലേ. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഫോമിനെ ഞാൻ മൊത്തത്തിൽ എവിടേക്ക് മാറ്റണം? എ പ്ലസ് ഐ ബിയിലേക്ക് മാറ്റണം. അപ്പൊ നോക്കിക്കോ, എ പ്ലസ് ഐ ബിക്ക് മാറ്റണത് ശ്രദ്ധിക്കുക. ആദ്യത്തെ പാർട്ട് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ, ഇതിന് നമ്മൾ മുകളിലും താഴെയും, താഴെ കാണുന്നത് 1 മൈനസ് ഐ, അതിന്റെ കോൺജുഗേറ്റ് 1 പ്ലസ് ഐ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി അല്ലേ? 1 plus I minus 1 minus I divided by 1 plus I into താഴെ 1 plus I ഉണ്ടെങ്കിൽ 1 minus I divided by 1 minus I. ഓക്കെ ആണോ നോക്കുക കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. താഴെ ഉള്ളതിനെ 1 plus I ആണ്, അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 minus I മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി താഴെ ഉള്ളത് 1 plus I ആണ്, അപ്പൊ 1 minus I ആണ്, അതിന്റെ കോൺജുഗേറ്റ് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒരേ ടേംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അതിന്റെ മുമ്പ് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇതിന്റെ ന്യൂമറേറ്ററും ചെക്ക് ചെയ്ത് നോക്കാം. ന്യൂമറേറ്റർ സെയിം ആണോ നോക്കാം. 1 minus I into 1 minus I 1 plus I. അപ്പൊ ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതി? 1 minus I into 1 plus I. ഇതിന് മുഴുവൻ ക്ലബ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus I into 1 plus I എന്ന് പറഞ്ഞാൽ 1 plus I the whole square minus 1 minus I the whole square. ഓക്കെ അല്ലേ? ഇത് നോക്കാതെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡലായല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി, എ പ്ലസ് ബി അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മോഡൽ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 മൈനസ് ബ്രാക്കറ്റ് ഓഫ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. 1 minus I into 1 plus I, that is equal to 1 minus 1 കട്ടായി. The next one 2I minus 1 minus minus plus 2I minus minus plus I plus 1 divided by a minus b into a plus b അല്ലേ? അപ്പൊ a square minus b square, that is equal to ഇവിടെ കട്ടായി പോയി 2I plus 2I എന്ന് പറഞ്ഞാൽ that becomes 4I divided by 1 plus I square വാല്യൂ മൈനസ് 1 അല്ലേ? ദാറ്റ് ബിക്കംസ് I square is equal to minus 1 അല്ലേ? അപ്പൊ മൈനസ് 1 ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് പ്ലസ് 1 ഈക്വൽ ടു 4I divided by 2, ദാറ്റ് ഈസ് 4 by 2 കട്ടായപ്പോ 2I. ഈ കോംപ്ലക്സ് നമ്പർ ഏത് മോഡലാണ്? ദാറ്റ് ഈസ് 2I plus 0 എന്നുള്ള മോഡലാണ്. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാലും ഇമാജിനറി പാർട്ട് എന്താണെന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ടേം ആണ് റിയൽ പാർട്ട്. ഐ ഇല്ലാത്ത ടേം റിയൽ പാർട്ട് 0, ഐ ഉള്ള ടേം 2, ദാറ്റ് ഈസ് 0 and 2 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 0 and 2, 0 and 2, യെസ്. ഓക്കെ അല്ലേ? 2. എന്തുകൊണ്ടാണ് ഇത് ഇത്ര കൂടുതൽ ചെയ്യേണ്ടി വന്നതെന്ന് മനസ്സിലായല്ലോ. അതിന് നമുക്ക് എ പ്ലസ് ഐ ബി മോഡലിലല്ല തന്നിട്ടില്ല. അപ്പൊ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കി. എക്സ് പ്ലസ് ഐ ഇൻ ദ ഫോം ഓഫ് പോളാർ ഫോം. എക്സ് പ്ലസ് ഐനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് പ്രോബ്ലം, ഗിവൺ സെഡ് ഈക്വൽ ടു, നമുക്ക് തന്നിട്ടുള്ള സെഡ് എന്ന് പറഞ്ഞാൽ ഐ. ഐ എന്ന മോഡലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഐ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ജസ്റ്റ് മാറ്റി എഴുതിയാൽ മതി. ഐ ബിക്കം 0 പ്ലസ് ഐ എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? 0 പ്ലസ് ഐ എന്ന രൂപത്തിൽ എഴുതാം, കുഴപ്പമില്ലല്ലോ. ഇതിന്റെ റിയൽ പാർട്ട് പറ. റിയൽ പാർട്ട് ഓഫ് സെഡ് അഥവാ എക്സ് അല്ലെ? റിയൽ പാർട്ട് നമ്മൾ എക്സ് എന്ന് സൂചിപ്പിച്ചു, ദാറ്റ് ഈസ് 0. ഇമാജിനറി പാർട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു 1. The coordinate is that is 0 and 1. ഈ പോയിന്റ് നിൽക്കുന്നത് y ആക്സിസിലാണ്. എനിക്ക് എങ്ങനെ മനസ്സിലായി y ആക്സിസിലാണ് എന്നുള്ളത്? ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഒരു കോർഡിനേറ്റ് ആക്കി വരച്ചപ്പോൾ എനിക്ക് അതിനെ ആർഗൺ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ. പ്ലോട്ട് ചെയ്തപ്പോൾ ഈ പോയിന്റ് 0, 1 y ആക്സിസിനാണുള്ളത്. ഇതവിടെ എങ്ങനെ? ദാറ്റ് ഈസ് 0, 1. ഇതാണ് I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ. ഓക്കെ അല്ലേ? I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ ആണത്. ഏകദേശം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ ആർഗ്യുമെന്റ് എന്താ കിട്ടുക മനസ്സിലായി കാണും. 90 ഡിഗ്രിയാണ് അവിടെ ഉണ്ടാവുന്ന ആർഗ്യുമെന്റ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ആർഗ്യുമെന്റ് കണ്ടെത്തുന്ന രീതി നോക്കിക്കോ. ദാറ്റ് ഈസ്
tan alpha equal to tan alpha എന്ന് പറഞ്ഞാൽ mod y by x ആണ്. That is equal to x ന്റെ വാല്യൂ 0, y യുടെ വാല്യൂ 1. That becomes tan alpha equal to 1 by 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് അല്ലേ. അപ്പൊ ആൽഫ നോട്ട് ഡിഫൈൻഡ് ആവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ്. ദാറ്റ് ബിക്കംസ് പൈ ബൈ 2. ഓക്കെ നോക്ക്, റെഡി അല്ലേ. അപ്പൊ ആൽഫ ഈക്വൽ ടു പൈ ബൈ 2 കിട്ടി. പോയിന്റ് നിൽക്കുന്ന ആംഗിൾ പൈ ബൈ 2. ഇനി ഇതിന് നമുക്ക് എന്താണ്, ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് കൂടി നമുക്ക് അറിയണം. കാരണം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് അല്ലേ. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായി മാറി, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, therefore the point 0,1 lies in ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതെവിടെ നിൽക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആൽഫ ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് തീറ്റ. അതുകൊണ്ട് ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, പോളാർ റെപ്രസെന്റേഷൻ ചെയ്യണം. പോളാർ റെപ്രസെന്റേഷൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാർ ഫോം, ദാറ്റ് ഈസ് ദ പോളാർ ഫോം ഓഫ് സെഡ്. സെഡിന്റെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i ടൈംസ് r സൈൻ തീറ്റ എന്നല്ലേ. r is equal to mod z അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ mod z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ബിക്കംസ് 1. ഓക്കെ, ദാറ്റ് ബിക്കംസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് എന്തായി 1 സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് 1 is equal to 1 ആയി. ഓക്കെ അല്ലേ. ഡയറക്റ്റ് ചെയ്ത് കുഴപ്പമില്ലല്ലോ, ഈസി ആയ പ്രോബ്ലം ആണ്, ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ പോളാർ ഫോം. ഇനി ഞാൻ ഇതിനെന്ത് ചെയ്തു, പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. എങ്ങനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇവിടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i ടൈംസ് സൈൻ തീറ്റ ഈക്വൽ ടു ആറിന്റെ വാല്യൂ 1 ഇൻറ്റു ഇവിടെ r ഉണ്ട് കേട്ടോ, ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 2 പ്ലസ് i ഇൻറ്റു ആറിന്റെ വാല്യൂ 1 ഇൻറ്റു സൈൻ പൈ ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു cos pi by 2 plus i times sin pi by 2. ഇതാണ് i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ റെപ്രസെന്റേഷൻ വരുന്നത്, ട്രിഗണോമെട്രിക് റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ നമ്മൾ തീറ്റനെ കൺസിഡർ ചെയ്ത് മനസ്സിലായല്ലോ, ആൽഫയിൽ നിന്നും ആർഗ്യുമെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് മനസ്സിലായല്ലോ. അപ്പോ ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എനി ആംഗിൾ ആൽഫ കൺസിഡർ ചെയ്യും. ആ ആൽഫയുടെ റെവല്യൂഷൻ ഏത് ക്വാഡ്രന്റിലാണോ, ഈ പോയിന്റ് നിൽക്കുന്നത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ആ തീറ്റനെ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഗിവൺ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, ഗിവൺ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, a ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, a ഈക്വൽ ടു 1, b ഈക്വൽ ടു -2 ആൻഡ് c ഈക്വൽ ടു 3. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡയറക്റ്റ് ആണ്. ഞാൻ x സ്ക്വയർ പ്ലസ് bx പ്ലസ് c കൺവേർട്ട് ചെയ്തപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് a ഈക്വൽ ടു 1, b ഈക്വൽ ടു -2, c ഈക്വൽ ടു 3. ഡയറക്റ്റ് പറയാട്ടോ. ആ സമയത്ത് ഇതിന്റെ സൊല്യൂഷൻ ദാറ്റ് ഈസ് x becomes minus b plus or minus root of b square minus 4ac divided by 2a. That is equal to minus b minus 2 minus of minus 2 എന്ന് പറഞ്ഞാൽ plus 2 plus or minus root of b square minus 2 square minus 4 into a ന്റെ വാല്യൂ 1 into 3 all divided by 2 into a ന്റെ വാല്യൂ 1. That is equal to 2 plus or minus root of b square 4 minus 12 all divided by 2. That is equal to 2 plus or minus root of 4 minus 12 എന്ന് പറഞ്ഞാൽ 8 minus 8 divided by 2. That is ഈ റൂട്ട് മൈനസ് എ നെ വിളിക്കുന്ന പേരാണ് ai എന്ന് പറയാം. റൂട്ട് മൈനസ് എ നമുക്ക് എന്ത് വിളിക്കാം, ai എന്ന് വിളിക്കാം. അപ്പൊ റൂട്ട് 8 എനിക്ക് എന്ത് വിളിക്കാം, 2 plus or minus 8i. ഓക്കെ അല്ലെ. 8i മീൻസ് റൂട്ട് 8i എന്ന് വിളിക്കാം. ഓക്കെ, റൂട്ട് 8i. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് മൈനസ് എ റൂട്ട് എ ഐ ട്ടോ. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു റൂട്ട് 4. ഓക്കെ, 2 ഇൻറ്റു റൂട്ട് 4 എന്നുള്ള രൂപത്തിലായി.
plus or minus √2 into √4i all divided by 2. √2 into √4i all divided by 2. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 plus or minus √2 into 2i all divided by 2. ഇവിടെ 2 കോമൺ അല്ലേ, ഞാൻ മുഴുവൻ കട്ട് ചെയ്തു. ബാക്കി ഉണ്ടാവുന്ന ആൻസർ 1 plus or minus ഇവിടെ 1 plus or minus √2i. ഓക്കെ അല്ലേ? The solutions are രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് x1 എന്ന് പറയുന്ന സൊല്യൂഷൻ 1 plus √2i ആൻഡ് x2 എന്ന് പറയുന്ന സൊല്യൂഷൻ 1 minus √2i. റെഡി അല്ലേ? ഇതാണ് കോംപ്ലക്സ് റൂട്ടുകളെ നമ്മൾ സോൾവ് ചെയ്യാനുള്ള രീതി. കാരണം b² - 4ac <0 അല്ല, അതുകൊണ്ട് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടി. ഡയറക്റ്റ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ഇംപ്രൂവ്മെന്റ് എക്സാമിന് 2016 ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. മോഡുലസും ആർഗ്യുമെന്റും കണ്ടെത്തണം 1 + i√3യുടെ. അത് കഴിഞ്ഞാൽ ഇത് സോൾവ് ആക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുള്ളത് -3 + √-7 അല്ലേ. ഇത് ശരിക്കും ഇമാജിനറി അല്ലേ. -3 + √7i എന്നാണ് ഇതിന് എഴുതുന്നത്. ഇതിലെ റിയൽ പാർട്ട്, ഇതിപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ലേ. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ -3, ഇമാജിനറി പാർട്ട് ദാറ്റ് ബിക്കംസ് √7. ഓക്കെ അല്ലേ? ഇതാണ് ഒന്നാമത്തെ ആൻസർ. ആൻസർ 1. ഓക്കെ, ഇനി രണ്ടാമത്തത്. സെക്കൻഡ് വൺ, ഫൈൻഡ് മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് എന്താ നോക്കൂ. ദാറ്റ് ഈസ് മോഡുലസ് അഥവാ മോഡ് z, അല്ലെങ്കിൽ ഇതിന് r എന്ന് വിളിക്കാം. പിന്നെ ഉള്ളത് ആർഗ്യുമെന്റ് ആണ് നമുക്ക് കണ്ടെത്തണം. ആർഗ്യുമെന്റ് തീറ്റ കണ്ടെത്തണം. കോംപ്ലക്സ് നമ്പർ ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് 1 + i√3 ആണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പർ. ദാറ്റ് ബിക്കംസ് x = 1, y = √3. ദ പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് 1, √3. രണ്ടും പോസിറ്റീവ് ആണല്ലോ. എക്സും വൈയും പോസിറ്റീവ് അല്ലേ. എക്സും വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് x പോസിറ്റീവ്, y പോസിറ്റീവ്. പോയിന്റ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഒന്നാമത്തെ ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. ഇനി ഇവിടുന്ന് ഇതിന്റെ മോഡ് z കണ്ടെത്തിക്കോ. മോഡ് z = √a² 1² + √3². ദാറ്റ് ബിക്കംസ് √1 + √3ന്റെ സ്ക്വയർ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ അല്ലേ? 1 + 3 എന്ന് പറഞ്ഞാൽ റൂട്ട്, അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അപ്പൊ അത് ആൻസർ ആയി. ഇനി അടുത്തത് tan α = മോഡ് y/x. ആർഗ്യുമെന്റ് കണ്ടെത്താം കേട്ടോ. അടുത്തത് ആർഗ്യുമെന്റ്. ഇവിടെ ആർഗ്യുമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് tan α = മോഡ് y/x പറ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് y/x എന്ന് പറഞ്ഞാൽ √3/1. ദാറ്റ് ഈസ് tan α = √3. tan α √3 ആവുന്ന ആംഗിൾ ദാറ്റ് ഈസ് π/3, 60 ഡിഗ്രി അല്ലേ. ദാറ്റ് ഈസ്, ഇനി നമുക്ക് എഴുതാം ദ പോയിന്റ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ. പോയിന്റ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. പോയിന്റ് എവിടെ നിൽക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് α = θ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് θ = π/3. ആൽഫ π/3 കിട്ടിയപ്പോൾ തീറ്റയും π/3. ദാറ്റ് ഈസ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് മോഡുലസ് = 2 ആൻഡ് ആർഗ്യുമെന്റ് = π/3. അതാ ഇങ്ങനെ. ഈ പോയിന്റ് ഇപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് സങ്കല്പിച്ചോ. ഏതാണ് ആ പോയിന്റ് ഉള്ളത്? 1, √3. ഈ പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് നമുക്ക് അറിയാലോ, കാരണം ഇത് രണ്ടും പോസിറ്റീവ് അല്ലേ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ദാറ്റ് ഈസ് 60 ഡിഗ്രി ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? 60 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റുകൾ 1, √3 എന്നുള്ള മോഡലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് കിട്ടി. ഇനി അടുത്തത് സോൾവ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എഴുതിയെടുക്കുമല്ലോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഇനി തേർഡ് വണ്ണിന്റെ ആൻസർ. ആൻസർ √5x² + x + √5 = 0. എഴുതി a = √5,
b equal to 1, c equal to root 5. ഓക്കെ അല്ലേ? സൊല്യൂഷൻ x1 ഈക്വൽ അല്ലെങ്കിൽ x is equal to minus b plus or minus root of b square minus 4ac divided by 2a. That is equal to minus b minus 1 plus or minus root of b square എന്ന് പറഞ്ഞാൽ 1 square minus 4ac 4 into root 5 into root 5 all divided by 2 into root 5. ഓക്കെ അല്ലേ? 2 into root 5. ഇനി അടുത്ത വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു minus 1 plus or minus root of minus 1 plus or minus root of 1 minus 4 into root 5 into root 5 എന്ന് പറഞ്ഞാൽ 5 അല്ല. അപ്പോൾ 4 into 5 എന്ന് പറഞ്ഞാൽ 20 minus 1 divided by 2 root 5. Then അടുത്തത് സിംപ്ലിഫൈ ചെയ്തു. That is equal to minus 1 plus or minus 1 plus or minus root of minus 19 divided by 2 root 5. That is equal to minus 1 plus or minus root 19i divided by 2 root 5. Answer becomes x1 equal to first solution minus 1 by 2 root 5 plus root 19i divided by 2 root 5. Okay, അല്ലെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ minus 1 minus root 19i divided by 2 root 5. അടുത്തത് 2 root 5. രണ്ട് സൊല്യൂഷൻ കിട്ടിയല്ലോ. ഇത് രണ്ടും കോംപ്ലക്സ് സൊല്യൂഷനാണ്. റീസൺ എന്താ? നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കൂടെ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാലും അതിന്റെ ഫൈനൽ ആൻസർ 99% അത് എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? എഴുതിയെടുക്കാം കേട്ടോ. അടുത്തത് മാർച്ച് 2017 ക്വസ്റ്റ്യനാണ്. I raised to 18 equal to dash. എങ്ങനെ ചെയ്യാൻ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഐയുടെ വാല്യൂ എല്ലാ ഫോർത്തിന്റെ പവറിലും 1 ആയിരിക്കും. റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ റൂട്ട് 3 പ്ലസ് ഐ ഇൻ പോളാർ ഫോം. ഇതിനെ എവിടേക്ക് മാറ്റണം? പോളാർ ഫോമിലേക്ക് മാറ്റണം. റൂട്ട് 3 പ്ലസ് ഐ ട്ടോ. റൂട്ട് 3 പ്ലസ് ഐ. അടുത്തത് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ -8 -6i. കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിന്റെ ഫോർമുല പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് I raised to 18 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. I raised to 18 എന്താ ചെയ്യാം? അങ്ങനെ വലിയ നമ്പറിൽ അതിന്റെ പവറിൽ വന്നാൽ ആദ്യം ഇതിന് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? 4 into 4 that is 16 divided by 2 അല്ലെ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I into 4 into 4 plus 2. ഓക്കെ അല്ലേ? ഇങ്ങനെ എഴുതാലോ, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കാം. that is I raised to 4 into 4 into i square. that is ഇങ്ങനെ എഴുതാലോ. മുകളിൽ പ്ലസ് ആണെങ്കിൽ അതിന് സ്പ്ലിറ്റ് ചെയ്യാലോ. ഇവിടെ നോക്കണം. I raised to 4 all raised to 4 into i square. that is equal to I raised to 4 ഏത് വാല്യൂ ആണെങ്കിലും 1 into i square വാല്യൂ നമുക്കറിയാം -1. that becomes -1 is the answer. -1 is right answer. ഈസി അല്ലേ? ഏത് വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു വാല്യൂ വന്നു, നിങ്ങൾ സങ്കല്പിച്ചോ. ഇതിനെങ്ങനെ നമ്മൾ ചെയ്യാം? ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതാ 500 divided by 4. ഓക്കെ, 10 12 അല്ലേ? 12 into 8 എന്ന് പറഞ്ഞാൽ 48. ദെൻ 20 ആണെങ്കിൽ 5. ഓക്കെ അല്ലേ? 5 into 4 20. യെസ്, ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും ഉണ്ടാകും. റീസൺ നോക്കാം. I raised to 4 into 125 into 4. I raised to 4 into 125 into ഒന്നുമില്ല, ബാക്കി റിമൈൻഡർ 0 ആയിപ്പോയി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു I raised to 4 all raised to 125. ആൻസർ becomes 1. അടുത്ത വാല്യൂ നോക്കാം നമുക്ക്. 1502 ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ നോക്കാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഉണ്ടാവുക? ദാറ്റ് ഈസ് 12 into 4 എന്ന് പറഞ്ഞാൽ 48 22. ദെൻ 5 into 4 എന്ന് പറഞ്ഞാൽ 20 divided by 2. ഓക്കെ അല്ലേ? എഴുതി മനസ്സിലായല്ലോ? അതിന്റെ എത്ര വലിയ പവർ വന്നാലും ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? മാറ്റി എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു I raised to 4 all raised to 125 into i square. that is equal to ഇവിടെ ഇത് 1 ആണ്. i സ്ക്വയറിന്റെ വാല്യൂ -1. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഏത് പവർ വന്നാലും ചെയ്യാലോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
represent the complex number രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് പ്രോബ്ലം √3 + i. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പോളാർ റെപ്രസെന്റേഷനിലേക്ക് മാറ്റാനാണ്. പോളാർ റെപ്രസെന്റേഷനിലേക്ക് മാറ്റുമ്പോൾ x = √3 ആൻഡ് y = 1 അല്ലെ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. ഈ പോയിന്റ് എവിടെയുള്ളത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ദ പോയിന്റ് x, y അഥവാ √3, 1 ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇങ്ങനെയൊക്കെ എഴുതാം. ഇത് എവിടെയുള്ളത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. ഈ പോയിന്റ് നിൽക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉള്ളത്. അപ്പോ പോളാർ ഫോമിലേക്ക് മാറ്റാൻ ആദ്യം പോളാർ ഫോം എന്താ നമുക്കൊന്ന് എഴുതി വെക്കാം. ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു മാർക്ക് ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് x + iy നെ നമ്മൾ മാറ്റി എഴുതുന്നത് r × cos θ + i ടൈംസ് sin θ എന്ന്. ഇതാണ് പോളാർ ഫോം. ഓക്കെ അല്ലേ? ഇനി ഇതിലെ ഓരോ വാല്യൂസ് നമ്മൾ കണ്ടെത്തും. ദാറ്റ് ഈസ് ഈക്വൽ ടു r becomes mod z, that is equal to √of mod z എന്ന് പറഞ്ഞാൽ √3² + 1² that becomes √3 + 1 is equal to √4 = 2. that is r ന്റെ വാല്യൂ 2. റെഡി അല്ലേ? r ന്റെ വാല്യൂ കിട്ടിയല്ലേ? 2 അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അടുത്തത് tan alpha = mod y/x, that is equal to modulus of y ന്റെ വാല്യൂ 1/x ന്റെ വാല്യൂ √3. that is പ്ലസ്, എല്ലാം പ്ലസ് ആണ്, അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. that is tan alpha = 1/√3. tan എവിടെയാണ് 1/√3 ആവുന്നത്? that is 30 ഡിഗ്രി. tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√3 അല്ലേ? 1/√3 എന്ന് പറഞ്ഞാൽ π/6. ഈ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് that is അടുത്ത ഡയലോഗ് എഴുതി ദ പോയിന്റ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. പോയിന്റ് നിൽക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. പോയിന്റ് നിൽക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ട് ഞാൻ എഴുതി θ = α, that is θ = α = π/6 and r = 2. പോളാർ റെപ്രസെന്റേഷൻ ചെയ്താലോ? പോളാർ ഫോം, that is the polar form r times cos θ + i times sin θ, that is equal to r ന്റെ വാല്യൂ 2, cos θ എന്ന് പറഞ്ഞാൽ π/6 plus 2 into i into sin π/6. ഓക്കെ അല്ലേ? ഇൻറ്റു സൈൻ π/6. ഇതാണ് പോളാർ റെപ്രസെന്റേഷൻ. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ അവിടെ എടുക്കുന്ന ഈ ടാൻ തീറ്റ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ ടാൻ തീറ്റയും ടാൻ തീറ്റയുടെ ക്വാഡ്രന്റ് റെവല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ആക്കി മാറ്റാം. ഓക്കെ, അപ്പോ കറക്റ്റായി എഴുതിയെടുക്കാം കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്തു. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണണം. -8 - 6i. ഈ കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണണം. സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫോർമുല എഴുതിക്കാട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു √(x + iy). രണ്ട് മോഡലുണ്ട് കേട്ടോ. √(x + iy) യുടെ മോഡലാണ് ഞാൻ എഴുതുന്നത്. പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഇനി ഇവിടെ ഏതാ സൈന്? ഇവിടെ പ്ലസ് അല്ലേ? അപ്പൊ ഇവിടെ പ്ലസ്. ഓക്കെ, ഇൻറ്റു i ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഇതാണ് സ്ക്വയർ റൂട്ട് കാണാൻ ഒരു ഫോർമുല. ഇനി അടുത്തത് √(x - iy). x - iy. അപ്പോ ഇവിടെ ഒന്നും മാറ്റം ഉണ്ടാവില്ല. ഈ പ്ലസ് എന്താവും? മൈനസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2 മൈനസ് i ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഈ രണ്ട് ഫോർമുല നിങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചാൽ സ്ക്വയർ റൂട്ട് എന്ന് കാണുന്ന എല്ലാ പ്രോബ്ലവും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ആക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ആയി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് ഫോർമുല എഴുതിയല്ലോ, ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള മോഡ് z പ്ലസ് റിയൽ പാർട്ട് z ബൈ 2 പ്ലസ് മോഡ് z മൈനസ് റിയൽ പാർട്ട് z ഡിവൈഡഡ് ബൈ 2 എന്നുള്ള മോഡലല്ലേ? അപ്പൊ നോക്കിക്കോ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് x = -8.
y ഈക്വൽ ടു -6. ഏത് ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് x മൈനസ് ഐ വൈ. ഇതിന്റെ റൂട്ടാണ് അല്ലേ? എക്സ് മൈനസ് ഐ വൈന്റെ റൂട്ട് അല്ലേ? പറ. മോഡ് സ്ക്വയർ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഇവിടെ മൈനസ് അല്ലേ, ഇത് എക്സ് മൈനസ് ഐ വൈ മോഡൽ അല്ലേ, അപ്പോൾ ഇവിടെ മൈനസ് ഐ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഈസി അല്ലേ? വളരെ സിമ്പിൾ ആയ കോൺസെപ്റ്റ് ആണ്. ഇതിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഫൈനൽ ആൻസർ കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ആണ് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പോ നോക്കിക്കോ, ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് മോഡ് z, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് z ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -8ന്റെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വൺ -6 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 64 പ്ലസ് 36. ആൻസർ ബിക്കംസ് 100. റൂട്ട് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അവിടെ നമുക്ക് എന്ത് കിട്ടി? മോഡ് z കിട്ടി 100. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ, സോറി, മോഡ് z ഇസ് ഈക്വൽ ടു 10 അല്ലെ? മോഡ് z 10 കിട്ടി. ഇത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ആക്കിയാൽ മതി. അപ്പൊ എങ്ങനെ വരിക നോക്കാം ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -8 -6i ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് z ദാറ്റ് ഈസ് 10 പ്ലസ് റിയൽ പാർട്ട് ഓഫ് z. ഈ റിയൽ പാർട്ട് ഓഫ് z എന്താ? എക്സിന്റെ വാല്യൂ -8. നോക്കിക്കോട്ടോ, റിയൽ പാർട്ട് ഓഫ് z ഈക്വൽ ടു -8 ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് -8. ഓക്കെ അല്ലേ? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ -8. പറയും -8 ഡിവൈഡഡ് ബൈ 2. ഇവിടെ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 10 - 8 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 10 + 8 എന്ന് പറഞ്ഞാൽ 18 ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും കട്ടായി പോകും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2/2 റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഐ ഇൻറ്റു എടാ 18/2 എന്ന് പറഞ്ഞാൽ 9. 9ന്റെ റൂട്ട് എന്താ? 3. ദാറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട്സ് ആർ ഏതൊക്കെയാണ് സ്ക്വയർ റൂട്ട്? ഈ മൈനസിന് ഈ പ്ലസ് മൈനസ് ഉള്ളിൽ കൊടുക്കുക. ആദ്യം പ്ലസ് കൊടുത്തപ്പോൾ 1 മൈനസ് ഐ റൂട്ട് 3. ഓക്കെ അല്ലേ? സോറി, 1 മൈനസ് 3i 1 മൈനസ് 3i. അല്ലെങ്കിൽ ഇനി മൈനസിന് കൊടുത്താൽ -1 മൈനസും കൂടി പ്ലസ് ഐ ഇൻറ്റു സ്ക്വയർ റൂട്ട് ആയല്ലോ. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഈ ഫോർമുല നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്യുക? ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ടിന്റെ ആൻസർ കിട്ടും, 4 മാർക്കും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ്. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. ഒന്നാമത്തത് എക്സ് പ്ലസ് ഇതിനെ എന്ത് ചെയ്യണം? പോളാർ ഫോമിലേക്ക് എഴുതണം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് സോൾവ് ചെയ്യണം. ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പുതിയതുള്ളൂ അല്ലേ? നമ്മൾ ഇതുവരെ ചെയ്യാത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ഒരു മാർക്ക് പോലും ഒരിക്കലും നമുക്ക് മിസ്സാവില്ല. കാരണം എന്താ? ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഇങ്ങനെ നമ്പർ മാറ്റും. അപ്പോൾ 1 + i √3 എന്നുള്ളത് തന്നെ പോളാർ ഫോം ആക്കുക. എന്നിട്ട് വേറെ ക്വസ്റ്റ്യൻ ഈ 1, 3 ഒക്കെ ഇങ്ങനെ മാറ്റുക, പ്ലസ് മൈനസ് ഇങ്ങനെ മാറ്റിയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരിക. കാരണം ഇതിലപ്പുറം ചോദിക്കാൻ ഈ ചാപ്റ്ററിൽ ഇല്ല. അതുകൊണ്ടാണ് പ്രശ്നം അല്ലേ? അപ്പോൾ നോക്കാം. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ് കാണേണ്ടി. ഒന്നാമത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ z ഇൻവേഴ്സ് ഈക്വൽ ടു മോഡ് z ഡിവൈഡഡ് ബൈ z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് തന്നത് 3 + 4i. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മോഡ് z എഴുതാം. മോഡ് z എന്ന് പറഞ്ഞാൽ √3² + 4². ഓക്കെ അല്ലേ? മോഡ് z ഇങ്ങനെയല്ലേ കണ്ടെത്തുക? ദാറ്റ് ഈസ് ഈക്വൽ ടു √3² 9 + 4² 16. ദാറ്റ് ബിക്കംസ് √25 ഈക്വൽ ടു 5. ദാറ്റ് ഈസ് മോഡ് z ഈക്വൽ ടു 5. ആൻസർ കിട്ടി. അത് കഴിഞ്ഞാൽ ഇനി വേണ്ടത് z ബാർ. ഇവിടെ z കിട്ടിയ z ബാർ പെട്ടെന്ന് എഴുതാ 3 - 4i. ഇത് ഇവിടേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് z ഇൻവേഴ്സ് ഈക്വൽ ടു z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു z ബാർ എന്ന് പറഞ്ഞാൽ 3 - 4i ഡിവൈഡഡ് ബൈ z ബാർ ഹോൾ സ്ക്വയർ. സോറി, മോഡ് z ഹോൾ സ്ക്വയർ എന്നല്ലേ? മോഡ് z എന്ന് പറഞ്ഞാൽ 5. 5ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 25
ആൻസർ ബിക്കംസ് 3/25 മൈനസ് 4/25i. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളത്. ഓക്കെ അല്ലേ? മോഡ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ നേരിട്ട് എഴുതിയാലും മതി, കുഴപ്പമില്ല. 25 ഇത് ആൻസർ. ഓക്കെ അല്ലേ? ഒരു പുതുമുള്ള ക്വസ്റ്റ്യൻ ആണ്, ബാക്കിയൊക്കെ ഡയറക്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് പ്രോബ്ലം. Z is equal to 1 plus I root 3. ഇതും ഫസ്റ്റ് ക്വാഡ്രന്റിനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഇതും ഫസ്റ്റ് ക്വാഡ്രന്റാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ മാക്സിമം ഫസ്റ്റ് ക്വാഡ്രന്റ് ഇങ്ങനെ തരികയാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് തീരെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തേർഡ് ക്വാഡ്രന്റ് ഫോർത്ത് ക്വാഡ്രന്റ് നമുക്ക് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചെയ്ത് നോക്കാം. അപ്പൊ ഉണ്ടാവുന്ന ആംഗിൾ ആൽഫയും തീറ്റയും കൂടി ഉണ്ടാവുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാലോ. പറയും x equal to 1, y equal to root 3. The point xy equal to 1, root 3 lies in first quadrant. ഇത് എവിടെയാണ് നിൽക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉള്ളത്. വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ പോളാർ ഫോം. അപ്പോൾ ആദ്യത്തെ ഒരു മാർക്ക്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ. യെസ്, ഓക്കെ അല്ലേ? ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ. ഇനി ഇവിടെ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആവശ്യമുള്ളത്? ആർ എന്ന് പറയുന്ന വാല്യൂ, ആർ എന്ന് പറഞ്ഞ മോഡ് സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ എന്ന് പറഞ്ഞ മോഡ് സെഡ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ ഈക്വൽ ടു മോഡ് സെഡ്. ഇവിടെ ആവശ്യമുള്ള മോഡ് സെഡ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 4 ഈക്വൽ ടു 2. റൂട്ട് 4 ഈക്വൽ ടു 2. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആർഗ്യുമെന്റ് കാണണം. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ആർഗ്യുമെന്റ് ആയ തീറ്റ. അതിനു വേണ്ടി നമ്മളുടെ കയ്യിലുണ്ട് ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ്. ഇതിങ്ങനെ ചെയ്യാം. മോഡുലസ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞതാ റൂട്ട് 3/1, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3. ടാൻ ആൽഫ ഈക്വൽ ടു റൂട്ട് 3. ടാൻ ആൽഫ റൂട്ട് 3 ആവുന്ന ആംഗിൾ ഏതാടാ? π/3, 60 ഡിഗ്രി അല്ലേ? ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ റൂട്ട് 3, ടാൻ π/3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3. ഓക്കെ അല്ലേ? then xy, any point, ഈ xy എന്ന് പറയുന്ന പോയിന്റ് ലൈസ് ഇൻ ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. കാരണം രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കിക്കോട്ടാ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ ഈക്വൽ ടു തീറ്റ, ദാറ്റ് ബിക്കംസ് തീറ്റ ഈക്വൽ ടു π/3, 60 ഡിഗ്രി. ഇനി ബൈ പോളാർ ഫോം, ഇനി പോളാർ ഫോം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബൈ പോളാർ ഫോം ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? ദാറ്റ് ഈസ് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു ആർ 2 ഇൻറ്റു കോസ് π/3 പ്ലസ് ഐ ഇൻറ്റു സൈൻ, ഐ ഇൻറ്റു 2 ഉണ്ട് കേട്ടോ അവിടെ, ആർ സൈൻ π/3 ഇൻറ്റു 2. ആൻസർ ബിക്കംസ് 2 ഇൻറ്റു 2 നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, π/3 പ്ലസ് ഐ ടൈംസ് സൈൻ π/3. ഓക്കെ ആണോ നോക്കണേ? യെസ്, ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. കോംപ്ലക്സ് നമ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിന് 3 സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഏകദേശം 2-3 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. റെഡി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5. ഇതിനെ സോൾവ് ചെയ്യണം. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. That is x square plus 3x plus 5 equal to 0. That is a equal to 1, b equal to 3 and c equal to 5. Answer becomes minus b plus or minus root of b square minus 4ac by 2a. That is equal to minus b, minus 3 plus or minus root of b square. ഞാൻ ഡയറക്റ്റ് ചെയ്താട്ടോ. b square 9 minus 4ac എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഇനിയൊക്കെ നമുക്കൊന്ന് നേരിട്ട് എഴുതി നോക്കാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 11 ഡിവൈഡഡ് ബൈ 2. 20 മൈനസ് 11 എന്ന് പറഞ്ഞാൽ 11, ദാറ്റ് ഈസ് മൈനസ് 11. ഇത് നമുക്ക് എഴുതാലോ, മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 11i ഡിവൈഡഡ് ബൈ 2. ദ സൊല്യൂഷൻ ഈസ്, അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻസ് ആർ, ഏതൊക്കെയാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്? That is equal to minus 3 plus root 11i divided by 2 അല്ലെങ്കിൽ
-3 - √11i divided by 2. ഓക്കെ അല്ലേ? ഈസി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കോംപ്ലക്സ് നമ്പർ ആണ്. ഇതെല്ലാം കോംപ്ലക്സ് നമ്പർ ആണ്. റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ട്, ഇമാജിനറി. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനിൽ b² - 4ac <0 ആണെങ്കിൽ അവിടെ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞത്. റെഡി അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി മാർച്ച് 2018 ഒരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് x² + x + 1 = 0 എന്നാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കട്ടെ. x² + x + 1 = 0. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യണം. സെക്കൻഡ് വൺ, റൈറ്റ് പോളാർ ഫോം ഓഫ് വൺ ഓഫ് റൂട്ട്. ഏതെങ്കിലും ഒരു റൂട്ടിന് നമ്മൾ എന്ത് ചെയ്യണം? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അടുത്തത്, ഇഫ് 2 റൂട്ട്സ് ഓഫ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ്. ഈ രണ്ട് റൂട്ടുകളെ ആൽഫ ആൻഡ് ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് α² = ബീറ്റ എന്നുള്ളത്. 2018 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഡിഫറെന്റ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡും തേർഡും തെറ്റിപ്പോകും. അപ്പോൾ ഫുൾ മാർക്ക് മിസ്സാവുന്ന അർത്ഥം. അപ്പോൾ പ്രോബ്ലം നോക്കാം കേട്ടോ. ഞാൻ എഴുതി ഫസ്റ്റ് പ്രോബ്ലം. അതിൽ നിന്ന് നമുക്ക് എല്ലാം ആൻസർ ആക്കാം. ഓരോന്ന് വെച്ച് ഞാൻ ആൻസർ ആക്കും. x² + x + 1 = 0. ഇതാണ് ക്വാഡ്രാറ്റിക്. തന്ന ക്വാഡ്രാറ്റിക് x² + x + 1 = 0. ഇതിനെ ഞാൻ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്ന സമയത്ത് x = -b ± √b² - 4ac divided by 2a. That is a = 1, b = 1, c = 1. Yes, a = 1, b = 1 and c = 1. That is -b ± b² - 4 × ac divided by 2. That is equal to -1 ± √1 - 4 divided by 2. That becomes -1 ± √3 divided by 2. Okay അല്ലേ? -1 ± √3 divided by 2. Okay ആണല്ലോ? That is equal to, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താ, that is -1 + √3i divided by 2 അല്ലെങ്കിൽ -1 - √3i divided by 2. ഓക്കെ അല്ലേ? ആദ്യം പ്ലസ് കൊടുത്തു, പിന്നെ മൈനസ് കൊടുത്തു. ഇനി ഇതിലെ the roots are നമ്മളോട് റൂട്ട് പറഞ്ഞിട്ടുള്ളത് α = -1 + √3i divided by 2. ഇത് ഒരു റൂട്ടാണ്. റെഡി അല്ലേ? രണ്ടാമത്തത് ബീറ്റ = -1 - √3i all divided by 2. ഓക്കെ അല്ലേ? ഇനി ചെയ്യുന്ന പരിപാടി, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വൺ ഓഫ് ദ റൂട്ടിന്റെ പോളാർ ഫോമിലേക്ക് മാറ്റാനല്ലേ? ഏതെങ്കിലും ഒരു റൂട്ടിന്റെ പോളാർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഞാൻ എഴുതി ദാറ്റ് ഈസ് α = -1/2 + √3/2i. Then beta = -1/2 - √3/2i. ഓക്കെ ആണോ നോക്കട്ടോ? അപ്പോൾ രണ്ട് റൂട്ടുകൾ കിട്ടി, ആൽഫ ആൻഡ് ബീറ്റ കിട്ടി. ഇനി ഇതിലെ ഏതെങ്കിലും ഒരു റൂട്ടിന്റെ പോളാർ ഫോമിലേക്ക് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ടേക്ക് α = -1/2 + √3/2i ടു പോളാർ ഫോം. എവിടേക്ക് ചേഞ്ച് ചെയ്യാണ്? പോളാർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാണ്. നോക്കിക്കോട്ടോ, പോളാർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴേ ഇവിടെ നമ്മൾ എടുക്കുന്നത് ദാറ്റ് ഈസ് x = -1/2 ആൻഡ് y = √3/2. ഓക്കെ അല്ലേ? അതായത് ദാറ്റ് ഈസ് x, y എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ദ പോയിന്റ് x, y. xy എന്നുള്ള പോയിന്റ് ഏത് മോഡലാന്ന് കൂടി പറ. ദാറ്റ് ഈസ് -1/2, √3/2. ഈ പോയിന്റ് എവിടെ നിൽക്കുന്നുണ്ടാവുക? എക്സിന്റെ വാല്യൂ മൈനസ്, വൈന്റെ വാല്യൂ പോസിറ്റീവ്. ജസ്റ്റ് വൺ ഇങ്ങനെ ഒന്ന് പ്ലോട്ട് ചെയ്താൽ ഇവിടെ അല്ല ഉണ്ടാവുക -x, y എന്നുള്ളത്. ഇത് ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇതെവിടെ നിൽക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഉള്ളത്. അപ്പൊ പോളാർ ഫോമിന്റെ മോഡൽ എഴുതി. പോളാർ ഫോം ദാറ്റ് ഈസ് പോളാർ ഫോമിന്റെ മോഡൽ z = x + iy ആണെങ്കിൽ അതിന്റെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ r × cos θ + i times sin θ. r × cos θ + i times sin θ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്ത് കണ്ടെത്തണം? r ന്റെ വാല്യൂ കണ്ടെത്തണം. r ന്റെ വാല്യൂ ദാറ്റ് ഈസ് r മീൻസ് മോഡുലസ് ഓഫ് z ദാറ്റ് ഈസ് equal to √,
x square എന്ന് പറഞ്ഞാൽ -1/2 the whole square plus 1 √3/2 the whole square. That becomes root of 1/2 whole square എന്ന് പറഞ്ഞാൽ 1/4 plus √3 whole square എന്ന് പറഞ്ഞാൽ 3 divided by 4. That is equal to root of 4/4 equal to 1. R equal to 1. Okay അല്ലേ? R ന്റെ വാല്യൂ 1. റെഡി ആണല്ലോ, ഈസി അല്ലേ? അത് കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്, ആ പോയിന്റ് നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി ആർഗ്യുമെന്റ് കണ്ടെത്തണം. ആർഗ്യുമെന്റ്, ദാറ്റ് ഈസ് ആർഗ്യുമെന്റ്. ഇവിടെ ഞാൻ ആർഗ്യുമെന്റ് കണ്ടെത്തുകയാണ്. ആർഗ്യുമെന്റ് തീറ്റ കണ്ടെത്തണം. അതിനുവേണ്ടി എഴുതി tan alpha equal to mod y/x. That is equal to modulus of y ന്റെ വാല്യൂ, that is equal to modulus of y ന്റെ വാല്യൂ √3/2 divided by -1/2. That is √3/2 divided by -1/2. ആൻസർ എങ്ങനെയാലും പോസിറ്റീവ് ആണ് ഉണ്ടാവുക അല്ലെ? ദാറ്റ് ഈസ് tan alpha equal to √3/2 into 2/1. ഓക്കെ അല്ലെ? കട്ടായി. ദാറ്റ് ഈസ് tan alpha equal to √3. Alpha becomes pi/3. 60 ഡിഗ്രി അല്ലേ? Alpha becomes pi/3. 60 ഡിഗ്രി ആണല്ലോ, ഈസി അല്ലേ? 60 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലായി the point lies in second quadrant. പോയിന്റ് നിൽക്കുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ട് ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫ എന്ന് ചെയ്യണം. ആർഗ്യുമെന്റ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ മൈനസ് ആൽഫ നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഓക്കെ അല്ലെ? ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു പൈ മൈനസ് π/3. ദാറ്റ് ബിക്കംസ് 2π/3. ഓക്കെ, ദാറ്റ് ബിക്കംസ് 2π/3. That is theta equal to 2π/3. That is theta equal to 2π/3 and r equal to 1. ഇനി ഇതിനെ നമ്മൾ എവിടേക്ക് മാറ്റണം? പോളാർ ഫോമിലേക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാം. ബൈപോളാർ ഫോം r into cos theta plus I times r into sin theta. ഇവിടെ r നെ ഔട്ട്സൈഡ് എടുക്കാട്ടോ, നോ പ്രോബ്ലം. r ന്റെ വാല്യൂ 1 അല്ലേ? അപ്പോൾ അത് എഴുതി cos 2π/3 plus I into sin 2π/3. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ പോളാർ ഫോമിലേക്ക് മാറ്റി. വൺ ഓഫ് ദ റൂട്ട്, ഏതെങ്കിലും ഒരു റൂട്ടിന് എന്ത് ചെയ്തു? പോളാർ ഫോമിലേക്ക് മാറ്റി. അത് കഴിഞ്ഞാൽ അടുത്തത് എന്താ ചെയ്യാനുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ആൽഫയും ബീറ്റയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആൽഫ ബീറ്റ ഒക്കെ നമുക്ക് കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. യെസ്, ആൽഫ കിട്ടി, ബീറ്റ കിട്ടി. ഇനി എന്താ പ്രൂഫ് ആക്കാനുള്ള? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ സ്ക്വയർ ഈക്വൽ ടു ബീറ്റ എന്ന പ്രൂഫ് ആക്കണ്ടി. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. ആൽഫ സ്ക്വയർ ഈക്വൽ ടു ബീറ്റ. ഇവിടെ അല്ലെ? ആൽഫയും ബീറ്റ ഒക്കെ ഗിവൺ ആട്ടോ. ഞാൻ അതിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൽഫ ഇവിടെ കിട്ടിയില്ല, -1/2 പ്ലസ് √3/2i. ഇനി നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞത് ആൽഫ സ്ക്വയർ ആർക്ക് ഈക്വൽ ആണ്? ബീറ്റയ്ക്ക് ഈക്വൽ ആണെന്ന്. അപ്പൊ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ ഈക്വൽ ടു ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1/2 പ്ലസ് √3/2i ഹോൾ സ്ക്വയർ. a plus b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തോ. ദാറ്റ് ഈസ് -1/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b എന്ന് പറഞ്ഞാൽ i ഇൻറ്റു √3/2 പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3/2 ദ ഹോൾ സ്ക്വയർ. √3/2 ദ ഹോൾ സ്ക്വയർ. പിന്നെ അവിടെ എന്തും കൂടി ഉണ്ട്? i, തൊട്ടടുത്ത് i. ഓക്കെ അല്ലേ? ഇനി ഇതെന്താന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ബീറ്റ ആണെന്ന് പ്രൂഫ് ആക്കിയാൽ മതി. നോക്കട്ടെ, എഴുതുന്നത് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4. ഇത് രണ്ടും കട്ടായി. ഈ മൈനസും പ്ലസും കൂടി മൈനസ് √3i ഡിവൈഡഡ് ബൈ 2 പ്ലസ് i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പൊ -1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 മൈനസ് 3/4 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു i. ഓക്കെ ആണോ നോക്കട്ടെ? ഇൻറ്റു i. ഓക്കെ അല്ലേ? ഇൻറ്റു i. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 മൈനസ് 3/4 എന്ന് പറഞ്ഞാൽ -2/4. 1 - 3 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെ മാത്രം ആഡ് ചെയ്താൽ മതി, ഡിനോമിനേറ്റർ സെയിം അല്ലേ? -√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു i. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് കട്ടായി പോയ -1/2 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2i. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്തായി? i. ദാറ്റ് ബിക്കംസ് ബീറ്റ. ഓക്കെ അല്ലേ? -1/2 മൈനസ് √3/2i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബീറ്റയാണ്. നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റയുടെ വാല്യൂ -1/2 മൈനസ് √3/2i. ദാറ്റ് ബിക്കംസ് ബീറ്റ.
ഓക്കെ അല്ലേ? ഹെൻസ് പ്രൂവ്ഡ്. ഫൈനൽ ആൻസർ എഴുതി ഹെൻസ് പ്രൂവ്ഡ്. അപ്പൊ ഇതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ അല്ലെ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ രീതിയിൽ ചിലപ്പോൾ നമുക്ക് വരാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരും, എന്നിട്ട് അതിന്റെ റൂട്ട് കണ്ടെത്താൻ പറയും. റൂട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പോളാർ ഫോമിലേക്ക് അല്ലെങ്കിൽ ആ റൂട്ടിൽ പിടിച്ചിട്ട് സ്ക്വയർ റൂട്ട് ഒക്കെ കാണാൻ പറയും. അപ്പൊ തെറ്റിക്കരുത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് നോക്കുക. സ്ക്വയർ റൂട്ടിന്റെ ഫോർമുല മറക്കരുത് കേട്ടോ. എക്സാമിന് 99% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംപ്രൂവ്മെന്റ് എക്സാം 2018. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് 2018 ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ അല്ലെ? 3 - 4i ഇതിന് ഇക്വേറ്റ് ചെയ്തു. x - iy എന്ന രൂപത്തിൽ എഴുതി. ദാറ്റ് ഈസ് റിയൽ പാർട്ട് 3. ഇതിന് മോഡ് z ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 16 ബിക്കംസ് 5 അല്ലെ? ഇവിടെ 25 അതിന്റെ റൂട്ട് എടുത്താൽ 5. ഓക്കെ അല്ലെ? അപ്പോൾ റിയൽ പാർട്ട് കിട്ടി. മോഡ് z ഈക്വൽ ടു 5. ഏത് ഫോർമുലയോട് അപ്ലൈ ചെയ്യേണ്ടത്? ബൈ ദ സ്ക്വയർ റൂട്ട്. ബൈ ദ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് കാണാം. റൂട്ട് ഓഫ് x - iy മോഡൽ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2 മൈനസ് i ഇൻറ്റു മൈനസ് അല്ലേ വരിക? ഇവിടെ മൈനസ് മോഡൽ അല്ലേ? ഇക്വേഷൻ തന്നിട്ടുള്ള 3 - 4i എന്നല്ലേ? അപ്പോ മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. റൂട്ട് ഓഫ് x - iy ആണ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് z ബൈ 2 മൈനസ് i ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. എല്ലാ വാല്യൂസ് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മതി. എല്ലാ വാല്യൂ നമ്മളെ കയ്യിൽ എല്ലാ വാല്യൂ റെഡിയാണ്. ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് z ദാറ്റ് ഈസ് 5 പ്ലസ് റിയൽ പാർട്ട് 3 ഡിവൈഡഡ് ബൈ 2 മൈനസ് i ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z ദാറ്റ് ഈസ് 5 മൈനസ് റിയൽ പാർട്ട് z ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 പ്ലസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പ്ലസ് 3 8 ബൈ 2 4. 4ന്റെ റൂട്ട് 2 മൈനസ് i ഇൻറ്റു 5 മൈനസ് 2 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 2 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 1ന്റെ റൂട്ട് 1. ദാറ്റ് ബിക്കംസ് സ്ക്വയർ റൂട്ട്. That is the square root is the square roots are ഒന്നിൽ കൂടുതൽ സ്ക്വയർ റൂട്ട് ഉണ്ടാവാലോ അല്ലെ? ദാറ്റ് ഈസ് പ്ലസ് ഓഫ് 2 മൈനസ് i അല്ലെങ്കിൽ ഇതവിടെ എഴുതി മൈനസ് ഓഫ് 2 മൈനസ് i ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് i അല്ലെങ്കിൽ മൈനസ് 2 പ്ലസ് i. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാനുള്ളത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ കൂടി ഈ മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. മാർക്ക് എവിടെയും മിസ്സാവുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2019 2019 ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ചെയ്ത് നോക്കും. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 + 4i. ഈ 3 + 4iന്റെ സ്ക്വയർ റൂട്ട് കാണണം. 2019 ക്വസ്റ്റ്യൻ ആണ്. ഇഫ് z is a complex number, z ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സെക്കൻഡ് പ്രോബ്ലം ആണ്. മോഡ് z നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് z 4π/3 അതും തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് a+i. ഇത് ഈ കോംപ്ലക്സ് നമ്പറിനെ കണ്ടെത്തണം, അതിന്റെ കോൺജുഗേറ്റ് എഴുതണം, പിന്നെ മോഡ് z ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് 2 ടൈംസ് z ആണെന്ന് പ്രൂഫ് ആക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോബ്ലം 3 + 4i. ഫസ്റ്റ് പ്രോബ്ലം അതാണ്. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 + 4i. ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടി നോക്കാം. ഏത് ഫോർമുല നമ്മൾ ഇവിടെ യൂസ് ചെയ്യണമെന്ന് പറ. ദാറ്റ് ഈസ് x + iy ആണ് യൂസ് ചെയ്യേണ്ടി. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫോർമുല അല്ലേ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x + iy ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് z ഡിവൈഡഡ് ബൈ 2 പ്ലസ് i ഇൻറ്റു മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണോ നോക്കേട്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. ഇതാണ് ഫോർമുല അല്ലെ? ഇവിടെ പ്ലസ് ആയപ്പോൾ ഇവിടെ പ്ലസ്. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ദാറ്റ് ഈസ് റിയൽ പാർട്ട് ഓഫ് z നമുക്കറിയാം. റിയൽ പാർട്ട് ഓഫ് z 3 ആണ്. മോഡ് z ഇവിടെ തന്നെ എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് മോഡ് z എന്ന് പറഞ്ഞാൽ 3² + 4². ദാറ്റ് ബിക്കംസ് 5 അല്ലെ? 16 + 3 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ചെയ്താലോ? മോഡ് z കിട്ടി, റിയൽ പാർട്ട് z കിട്ടി. ആൻസർ ബിക്കംസ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് റൂട്ട് ഓഫ് മോഡ് z 5 + 3 ഡിവൈഡഡ് ബൈ 2
പ്ലസ് ഐ ടൈംസ് റൂട്ട് ഓഫ് മോഡ് z 5 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 5 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, ഇവിടെ 5 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അല്ലെ, 4ന്റെ സ്ക്വയർ റൂട്ട് പ്ലസ് ഐ ഇൻറ്റു റൂട്ട് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്. ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ് ചെയ്ത് അതേ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാണ്, 2 പ്ലസ് ഐ. ഓക്കെ അല്ലേ, ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് ദാറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട്സ് ആർ ഏതൊക്കെയാണ് സ്ക്വയർ റൂട്ട് ഉള്ളത്? പ്ലസ് 2 പ്ലസ് ഐ അല്ലെങ്കിൽ മൈനസ് 2 പ്ലസ് ഐ, ദാറ്റ് ഈസ് 2 പ്ലസ് ഐ അല്ലെങ്കിൽ മൈനസ് 2 മൈനസ് ഐ. സിമ്പിൾ അല്ലേ? ഇതാണ് സ്ക്വയർ റൂട്ട് കാണാനുള്ള ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോംപ്ലക്സ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നന്നായി നോക്കിക്കോട്ടാ. ഇത് നമ്മൾ ട്രിഗണോമെട്രിക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ട് നമുക്ക് വാല്യൂ കണ്ടെത്താനുള്ളതാണ്. അപ്പൊ അതിന് കറക്റ്റായി ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് എക്സ്പ്രസ്. ഇവിടെ നമുക്ക് തന്നിട്ടില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഒന്നാമത്തെ നമ്മൾ ആൻസർ ആക്കി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് മൂന്നും ആൻസർ ആക്കും. അപ്പൊ കറക്റ്റ് ആയി നോക്കുക. ദാറ്റ് ഈസ് തന്നിട്ടുള്ള സംഭവങ്ങൾ മോഡ് z ഈക്വൽ ടു 2, അതാണ് ആർ എന്ന് പറയുന്നത്. മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ആർ. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ആർഗ് z, അതാണ് തീറ്റ ഈക്വൽ ടു 4π/3. ഓക്കെ അല്ലേ, ആർഗ്യുമെന്റ് z ഈക്വൽ ടു തീറ്റ, ദാറ്റ് മീൻസ് 4π/3. എടാ ഇത് ആർഗ്യുമെന്റും തീറ്റയും ആർഗ്യുമെന്റും അതുപോലെ മോഡുലസും കിട്ടിയാൽ ഇതിന്റെ പോളാർ ഫോം എന്ന് പറഞ്ഞേ. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ പ്ലസ് ഐ ടൈംസ് ആർ സൈൻ തീറ്റ എന്നല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിന്റെ വാല്യൂ 2 കോസ് തീറ്റ എന്ന് പറഞ്ഞ 4π/3 പ്ലസ് ഐ ടൈംസ് സൈൻ 4π/3 ഇൻറ്റു 2 അല്ലെ, ഈ മോഡലില്. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമുക്ക് നോർമൽ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഇത് A+IB മെത്തേഡിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. A+IB മെത്തേഡിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. ഇതാണ് x+iy. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള x+iy. അതിന്റെ പോളാർ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ പ്രകാരം പോളാർ റെപ്രസെന്റേഷൻ കിട്ടി. നമ്മൾ ഈ പോളാർ റെപ്രസെന്റേഷൻ പറയുമ്പോൾ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോൾ നമുക്ക് x+iy തന്നിട്ട് പോളാറിലേക്ക് മാറ്റാണ്ടാവും, അല്ലെങ്കിൽ പോളാർ തന്നിട്ട് x+iy എങ്ങോട്ടും മാറ്റാണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാ ഗണത്തിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ഇത് x ഇതല്ലേ, x+iy ആവുമ്പോൾ ഈ ഒരു ടേം റിയൽ പാർട്ട് x, ഈ ഒരു ടേം ഇമാജിനറി പാർട്ട് y. ഓക്കെ അല്ലേ, റെഡി അല്ലേ? നോക്കാം. അപ്പോൾ cos π/3 വാല്യൂ കിട്ടിയാൽ ഇതൊക്കെ സോൾവ് ആയി. അപ്പോൾ ഞാൻ ആദ്യം കണ്ടെത്തുന്നത് cos 4π/3 വാല്യൂ. ഈ cos 4π/3 വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടെത്തുക അറിയാം? ഇവിടെ എങ്ങനെ, 4ന്റെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ 4π മൈനസ് π/3. ഓക്കെ, സോറി 3 ആണ്, താഴെ 3 ആണുള്ളത് അല്ലേ. അപ്പോൾ 3ലേക്ക് മാറ്റിയാൽ മതി, 4π/3 എന്നല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 3π പ്ലസ് π ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്, ഇവിടെ കട്ടാക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? π പ്ലസ് π/3. ഓക്കെ, π പ്ലസ് π, കോസ് π പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ π പ്ലസ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ കോസിന്റെ വാല്യൂ മൈനസ് ആണ്. ദാറ്റ് ഈസ് മൈനസ് കോസ് π/3. ദാറ്റ് ബിക്കംസ് 1/2 മൈനസ് 1/2. അത് ഇവിടെ കൊടുക്കുക. ഇംപ്ലൈസ് ദാറ്റ് 2 ഇൻറ്റു മൈനസ് 1/2 പ്ലസ് ഐ ഇൻറ്റു 2 ഇൻറ്റു പറയും സൈൻ 4π/3. സൈൻ 4π/3 ഇതൊക്കെയാണല്ലോ കണ്ടെത്തിയത്. ദാറ്റ് ഈസ് സൈൻ 4π/3 എങ്ങനെ എഴുതാന്ന് അറിയോ? ദാറ്റ് ഈസ് സൈൻ 4π എന്നുള്ളത് 3π പ്ലസ് π/3/3. ഓക്കെ അല്ലേ, കട്ടായി. സൈൻ π പ്ലസ് π/3. സൈൻ π പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ π പ്ലസ് π പ്ലസ് എക്സിന്റെ ഫോർമുല മൈനസ് സൈൻ π, രണ്ടും വാല്യൂ മൈനസ് ആണ്. ദാറ്റ് ബിക്കംസ് മൈനസ് അതാ സൈൻ π/3 വാല്യൂ മൈനസ് √3/2. സൈൻ 60 വാല്യൂ മൈനസ് √3/2. ഓക്കെ അല്ലേ, ഇതൊക്കെ കട്ടായി പോകും. ദാറ്റ് ഈസ് ഈക്വൽ -1 പ്ലസ് മൈനസ് √3i. ഇതാണ് ശരിക്കും നമ്മളുടെ കോംപ്ലക്സ് നമ്പർ. -1 മൈനസ് √3i. ഇതിനെ ഞാൻ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതിനെവിടേക്ക് മാറ്റി? എനിക്ക് ഇതിനെ പോളാർ റെപ്രസെന്റേഷനിൽ തന്നപ്പോൾ അതിനെ ഞാൻ A+IB എന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ ആണോ നോക്കട്ടോ. ഇതിനിവിടെ ട്രിഗണോമെട്രി ഐഡന്റിറ്റീസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തതാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ആക്കണം. ഡൗട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കരുത്. -1 മൈനസ് i√3.
ഇനി അടുത്ത് യെസ് ഒന്നാമത്തെ ആൻസറായി. ഇനി ഫൈൻഡ് സെഡ് ബാർ. എടാ ഇവിടെ നമുക്ക് സെഡ് കിട്ടിയാൽ പിന്നെ ഇതിന്റെ സെഡ് ബാർ വളരെ പെട്ടെന്ന് എഴുതി കൂടാ. സെഡ് ബാർ വളരെ ഈസി ആയിട്ട് എഴുതാലോ. ഇതാ ദാറ്റ് ഈസ് സെഡ് എന്ന് പറയുന്നത് നമുക്ക് -1 -√3 ആയി. യെസ് ഇതാണ് ഒന്നാമത്തെ ആൻസർ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെഡ് ബാർ എഴുതാണ്. സെഡ് ബാർ ഇവിടെ എങ്ങനെ എഴുതി -1. ഈ പ്ലസ് എന്താക്കുക, സോറി മൈനസ് എന്താക്കുക, പ്ലസ് ആക്കുക. ദാറ്റ് ഈസ് √3i. യെസ് ഓക്കെ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തത് തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. മോഡ് z ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ടൈംസ് z എന്ന. അപ്പോൾ അടുത്ത പ്രൂഫ് ആക്കാനുള്ളത് z ബാർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2z എന്ന്. അപ്പോൾ z ബാറിന്റെ ഹോൾ സ്ക്വയർ പറ. ദാറ്റ് ഈസ് ഈക്വൽ ടു z ബാർ ഹോൾ സ്ക്വയർ. ഞാൻ LHS സെലക്ട് ചെയ്തു കേട്ടോ. ഇതിന് പ്രൂഫ് ആക്കാൻ വേണ്ടി LHS സെലക്ട് ചെയ്തു. സിമ്പിൾ അല്ലേ. LHS സെലക്ട് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പറ ഈക്വൽ ടു മോഡ് z ബാറിന്റെ സ്ക്വയർ -1 പ്ലസ് √3i the whole square that is equal to -1 a square plus 2 into a into b plus √3 whole square into i square. Okay, a square plus 2ab plus b square നേരിട്ട് അപ്ലൈ ചെയ്തോ. that is equal to -1 whole square 1 plus 2 into -1 എന്ന് പറഞ്ഞാൽ -2 into that is -2 √3i. the next one plus 3 യുടെ സ്ക്വയർ എന്ന് √3 യുടെ സ്ക്വയർ 3 into -1. okay അല്ലേ. that is equal to 1 -3 plus okay plus minus കേട്ടോ മൈനസ് അല്ലേ -2 √3 into i. that becomes -2 √3i -2 √3i. ഇവിടെ മൈനസിനെ ഔട്ട് സൈഡ് ആക്കുക. that is 2 plus √3. okay സോറി മൈനസിനല്ല ഇവിടുന്ന് 2നെ ഔട്ട് സൈഡ് ആക്കണം കേട്ടോ. മൈനസിനല്ല 2നെ ഔട്ട് സൈഡ് ആക്കുക. ഓക്കെ ഇവിടെ 2നെ ഒന്ന് ഔട്ട് സൈഡ് ആക്കി എഴുതിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into -1 -√3i. ഇതാണോ നോക്കാം. z എന്ന് പറഞ്ഞ മോഡ് z ബാറിന്റെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് z ബാർ ഇതാണ്. ഓക്കെ z എന്ന് പറഞ്ഞാൽ -1 -√3i. അതിൻ്റെ എവിടെ വന്ന് -1 -√3i. ആൻസർ ബിക്കംസ് 2z ഈസ് വെരിഫൈഡ്. ഹെൻസ് വെരിഫൈഡ് എന്ന് പറയാം നമുക്ക് കേട്ടോ. ഹെൻസ് വെരിഫൈഡ്. ഈസി അല്ലേ. അപ്പോൾ അത് മൂന്നും ആൻസറായി. ഇത് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇംപ്രൂവ്മെന്റ് 2019 നിങ്ങളുടെ +2 ഇപ്പോൾ കഴിഞ്ഞു പോയൊരു എഴുതിയ എക്സാമാണ്, എഴുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. ഇതിന് ആൻസർ ആക്കുന്നത് ശ്രദ്ധിക്കുക. ഈ a+ib ആണ് കേട്ടോ. a+b അല്ല. ദാറ്റ് ബിക്കംസ് a+ib. ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റെപ്പിൽ ആൻസർ ആവുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കട്ടോ. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? a+ib ഇൻറ്റു c+id ഇൻറ്റു e+if ഈക്വൽ ടു a+ib. ഇത് നമുക്ക് തന്ന കോൺസെപ്റ്റാണ്. നമുക്ക് എന്താ പ്രൂഫ് ആക്കേണ്ടത്? ഷോ ദാറ്റ് a² + b² ഇൻറ്റു c² + d² ഇൻറ്റു e² + f² ഈസ് ഈക്വൽ ടു a² + b² എന്ന് അല്ലേ. അപ്പൊ അത് നമുക്ക് പ്രൂഫ് ആക്കാം. വളരെ ഈസി ആയിട്ട് പ്രൂഫ് ആക്കാം. ശ്രദ്ധിക്കുക. ഇതിന്റെ കോൺജുഗേറ്റ് ഞാൻ എഴുതി. ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നത് നോക്കിക്കോട്ടോ. ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നത് ശ്രദ്ധിക്കുക. a+ib അല്ലേ. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് a-ib. ഓക്കെ ഇവിടെ a-ib എഴുതിയതൊക്കെ മൈനസ് ആവും. കാരണം ഇതൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇതെല്ലാം മൈനസ് ആക്കിയിട്ട് പറ. e-if അടുത്തത് c-id അടുത്തത് a-ib. യെസ് ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ a+b ഇൻറ്റു a-b എന്ന് പറഞ്ഞാൽ a² - ib². ഓക്കെ അല്ലേ. ഓക്കെ ആണല്ലോ. a+b ഇൻറ്റു a-b മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് ഇവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റെപ്പ്, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സ്റ്റെപ്പ് നന്നായി ശ്രദ്ധിക്കുക. ഇതിട്ട് അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി വരികയാണ്. ദാറ്റ് ഈസ് a+ib ഇൻറ്റു a-ib. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. c+id ഇൻറ്റു c-id ഇൻറ്റു e+if ഇൻറ്റു e-if. യെസ് ഓക്കെ അല്ലേ. ഇനി നോക്കാം. a+b ഇൻറ്റു a+ib ഇൻറ്റു a-ib എന്ന് പറഞ്ഞാൽ a² + b².
അടുത്തത് ഇൻറ്റു സി പ്ലസ് ഐ ഡി എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു അടുത്തത് ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ അതിന്റെ ഐ സ്ക്വയർ മൈനസ് 1 അല്ലേ പ്ലസ് ബി സ്ക്വയർ. ഇതാണോ പ്രൂഫ് ആക്കേണ്ടത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണോ പ്രൂഫ് ആക്കേണ്ടത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. യെസ്, ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഇത് പ്രൂഫായി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇതെങ്ങനെ മനസ്സിലാക്കാന്നറിയോ? z ഇൻറ്റു z ബാർ ഇസ് ഈക്വൽ ടു മോഡ് z ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് അറിയായിരുന്നു. അതായത് എ പ്ലസ് ഐ ബി ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആണ്. അത് രണ്ടും കൂടി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഇത് നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എനിക്കിത് മനസ്സിലായത്. ഓക്കെ, കാരണം മുകളിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നെഗറ്റീവ് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടുത്തെ കോംപ്ലക്സ് നമ്പർ അങ്ങോട്ട് പോയി അത് പ്യുവർലി റിയൽ ആയി മാറും. കാരണം പ്യുവർലി റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. ഓക്കെ, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് ഐ. 1 പ്ലസ് ഐയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്തണം. കോംപ്ലക്സ് നമ്പർ നമുക്ക് ഗിവൺ ആണ് 1 പ്ലസ് ഐ. സ്ക്വയർ റൂട്ട് കാണണം കേട്ടോ. z ഈക്വൽ ടു 1 പ്ലസ് ഐ. അപ്പോൾ മോഡ് z ഇപ്പൊ തന്നെ എഴുതാം. മോഡ് z എന്ന് പറഞ്ഞ റൂട്ട് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ബിക്കംസ് റൂട്ട് 2. യെസ്, അടുത്തത് റിയൽ പാർട്ട് ഓഫ് z ഈക്വൽ ടു 1. രണ്ടും ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യാം? ദാറ്റ് ഈസ് x പ്ലസ് ഐ വൈ സ്ക്വയർ റൂട്ട് ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട്. നമ്മളിവിടെ സ്ക്വയർ റൂട്ട് യൂസ് ചെയ്യണം അല്ലേ? സ്ക്വയർ റൂട്ടിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഐ ഇൻറ്റു മോഡ് z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഇനി ഇവിടെ മോഡ് സെറ്റിന്റെയും റിയൽ പാർട്ട് z ഒക്കെ വാല്യൂ കിട്ടിയാൽ അത് ഇതിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസ് ആണ് അപ്പൊ ഇവിടെയും പ്ലസ് കേട്ടോ. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മോഡ് z ദാറ്റ് ഈസ് റൂട്ട് 2 പ്ലസ് റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് z ദാറ്റ് ഈസ് റൂട്ട് 2 മൈനസ് റിയൽ പാർട്ട് ഓഫ് z 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് സ്ക്വയർ റൂട്ട്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോസിബിൾ അല്ലല്ലോ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ റൂട്ട് മുകൾക്ക് താഴേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നിന്നോട്ടെ, ഇതിന് പ്ലസ് മൈനസ് ഒന്ന് എഴുതാം. സ്ക്വയർ റൂട്ട്സ് ആർ ഇതിന്റെ സ്ക്വയർ റൂട്ടുകൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് പറ റൂട്ട് ഓഫ് റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഈ റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത കേട്ടോ. ആൻഡ് അടുത്തത് ആദ്യം പ്ലസ് കൊടുത്ത് ഇനി മൈനസ് റൂട്ട് ഓഫ് റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഓക്കെ അല്ലേ? ഈ മൈനസ് ഉള്ളിൽ കൊടുക്കാം. ഉള്ളിൽ കൊടുത്തോണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല. കാരണം അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ടോ ഇവിടെ ഒരു മൈനസ് ഉണ്ടോ. ഇതാണ് ആ കാണുന്ന 1 പ്ലസ് ഐയുടെ സ്ക്വയർ റൂട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ z ഈസ് 2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2020 എക്സാമിൽ ഇപ്പൊ നിങ്ങൾ എഴുതിയ പബ്ലിക് എക്സാമിലെ ക്വസ്റ്റ്യൻ അതെ അല്ലേ? ക്വസ്റ്റ്യൻ ഇത് ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലേറ്റസ്റ്റ് മോഡലിൽ വരുന്നൊക്കെ നോക്കൂ. ആദ്യം ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ വന്ന് ചെയിൻ ആയിട്ട് അടുത്ത ആൻസർ. അപ്പൊ ആദ്യത്തെ തെറ്റിയ ഒക്കെ തെറ്റി. അപ്പൊ നോക്കാം, നമുക്ക് തന്നിട്ടുള്ളത് given mod z equal to 2. അടുത്തത് ആർഗ് z അതായത് തീറ്റ പൈ ബൈ 3. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പോളാർ ഫോം ഒക്കെ എഴുതും. പോളാർ ഫോം ഒക്കെ എഴുതിയാൽ ഉത്തരം കിട്ടും. പോളാർ ഫോം x പ്ലസ് ഐ വൈ ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിന്റെ വാല്യൂ 2 അല്ലെ? മോഡിന്റെ വാല്യൂ 2 ആണ്. ആർ ഇൻറ്റു കോസ് പൈ ബൈ 3 പ്ലസ് ഐ ഇൻറ്റു 2 ഇൻറ്റു സൈൻ പൈ ബൈ 3. ഓരോ വാല്യൂം പറഞ്ഞു. സൈൻ പൈ ബൈ 3
2 cos pi by 3 യുടെ വാല്യൂ 1/2 പ്ലസ് I ഇൻറ്റു 2 ഇൻറ്റു സൈൻ പൈ ബൈ 3 യുടെ വാല്യൂ √3/2. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 1 പ്ലസ് √3i. യെസ്, ഓക്കെ അല്ലേ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് ആൻസർ കിട്ടി. ഇനി സ്ക്വയർ റൂട്ട് കാണാനാണ്. സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ നമുക്ക് ഒന്നും ചെയ്യണ്ട. സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കണതാ. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 1, മോഡ് z എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗിവൺ ആണ് 2. ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യനിൽ ആൻസർ ഉണ്ട് അല്ലേ? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 1 ആൻഡ് മോഡ് z എന്ന് പറഞ്ഞാൽ 2. ഇത് ഏതാ യൂസ് ചെയ്യേണ്ട ഫോർമുല? ദാറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് കാണാൻ √(x + iy). ഈ മോഡലിലാണെങ്കിൽ പ്ലസ് ഓർ മൈനസ്, പ്ലസ് മോഡൽ അല്ലേ? അപ്പോൾ √(mod z പ്ലസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2 പ്ലസ് i ഇൻറ്റു √(mod z മൈനസ് റിയൽ പാർട്ട് ഓഫ് z ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് √(mod z എന്ന് പറഞ്ഞാൽ 2 പ്ലസ് റിയൽ പാർട്ട് ഓഫ് z 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് i ഇൻറ്റു √(mod z 2 minus 1 divided by 2. That is equal to plus or minus square bracket of √3 divided by √2. Okay അല്ലേ? √3 divided by √2 നേരിട്ട് എഴുതി. പ്ലസ് i ഇൻറ്റു √1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ √2. ഓക്കെ അല്ലേ? ഇതാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ ദ സ്ക്വയർ റൂട്ട് ഓക്കെ, സ്ക്വയർ റൂട്ട്സ് ആദ്യം പ്ലസ് എഴുതി. ഇതാ പ്ലസ് ഓഫ് √3 ബൈ √2 പ്ലസ് i ഇൻറ്റു ബൈ √2 ആൻഡ് മൈനസ് ഓഫ് √3 ബൈ √2 പ്ലസ് i ഇൻറ്റു 1 ബൈ √2. ഓക്കെ അല്ലേ? ഇതാണ് സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞത് അതിൻ്റെ ആർഗ്യുമെന്റ് ഇതൊക്കെ തന്നു. ആർഗ്യുമെന്റ് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ്. അതുകൊണ്ട് ആർഗ്യുമെന്റിന് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ഒരു കാര്യം ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ NCERT-യിലോ അല്ലാതെ നമ്മൾ നോട്ടിലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കുറേ സെർച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ആക്ച്വലി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് x + iy-നെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷെ ഇവിടെ തന്നത് പോളാർ ഫോമിൽ നിന്നും x + iy-യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ കറക്റ്റായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു.